നമസ്കാരം. മാതൃഭൂമിക്കെതിരെ പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യക്ക് പരാതി നൽകുമെന്ന് LDF കൺവീനർ. CPM കേന്ദ്ര കമ്മിറ്റിയിൽ തർക്കം എന്ന നിലയിൽ മാതൃഭൂമി നൽകിയ വ്യാജ വാർത്തയ്ക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും വ്യാജ വാർത്ത നൽകിയ ലേഖകനെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ട് മാതൃഭൂമി മാനേജ്മെന്റിന് കത്ത് നൽകുമെന്നും EP ജയരാജൻ പറഞ്ഞു. കോൺഗ്രസ് ബന്ധത്തെ ചൊല്ലി CPM കേന്ദ്ര കമ്മിറ്റിയിൽ വീണ്ടും തർക്കം എന്ന നിലയിൽ ലേഖകന്റെ പേരിൽ നൽകിയ വാർത്തയ്ക്ക് വസ്തുതകളുമായി യാതൊരു ബന്ധവുമില്ല. CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി കോൺഗ്രസ് ഏജന്റ് ആണെന്ന് കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ EP ജയരാജൻ തുറന്നടിച്ചുവെന്ന് റിപ്പോർട്ടർ തട്ടിവിട്ടു കഴിഞ്ഞു. യോഗത്തിൽ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കുക പോലും ചെയ്യാത്ത ഞാൻ സംസാരിച്ചു എന്ന് ഈ റിപ്പോർട്ടർക്ക് എങ്ങനെ വിവരം കിട്ടി? ഇത്തരത്തിൽ ഭാവനാവിലാസം നടത്തി വാർത്ത തയ്യാറാക്കിയത് CPM-നെയും ജനറൽ സെക്രട്ടറിയെയും തന്നെയും അപകീർത്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് എന്നും വ്യക്തിഹത്യ നടത്താനും CPM-നെ താറടിച്ചു കാണിക്കാനും തുടർച്ചയായി ഇത്തരം വാർത്തകൾ മാതൃഭൂമി കൃത്രിമമായി സൃഷ്ടിച്ചു വരികയാണ്. അതിന്റെ തുടർച്ചയാണ് ഈ സൃഷ്ടിയും. സാമ്പത്തിക താല്പര്യത്തോടെയുള്ള പെയ്ഡ് ന്യൂസ് ആണെന്ന് കരുതേണ്ടിയിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ വാർത്ത പിൻവലിച്ച് മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെട്ട് അഭിഭാഷകൻ മുഖേന നോട്ടീസ് അയക്കും. എന്നിട്ടും തിരുത്തുന്നില്ല എങ്കിൽ തുടർ നടപടികളിലേക്ക് കടക്കുമെന്നും EP ജയരാജൻ പ്രസ്താവനയിൽ അറിയിച്ചു.